ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. ഇപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കൊക്കെ എപ്പോഴും ഒരു ആവേശമാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഭയങ്കര വില കൂടിയ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് അത്ര പ്രിഫർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും അത് കടയിൽ പോയി മേടിക്കാനായിരുന്നു എനിക്കിഷ്ടം. കാരണം നമുക്കിങ്ങനെ പോയി അതൊക്കെ നോക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വന്നത് ഈ ഒരു വർഷക്കാലമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം ഒരു വർഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു 2024 ഞാൻ ഇത്രയും ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് തിരിഞ്ഞത്. നേരത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറില്ലായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ഫിറ്റിന് കിട്ടത്തില്ല. ഞാനിപ്പോൾ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സൊന്നും അത്ര കംഫർട്ടബിൾ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എസ്പെഷ്യലി ഡ്രസ്സുകളൊന്നും ഓൺലൈനായിട്ട് വാങ്ങിക്കാറില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും കിച്ചൺ പ്രോഡക്ട്സ് ഒക്കെ ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയൊക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇഹാ ഡിസൈൻസ് ചെയ്യുന്ന ഒരു കുർത്തി ഓർഡർ ചെയ്യുന്നത്. ക്രിസ്മസ് ആണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് നമുക്ക് വീഡിയോയുടെ ഒക്കെ പർപ്പസിന് വേണ്ടിയിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുർത്തി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫിറ്റിംഗ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഹാ ഡിസൈൻസിനെ കുറിച്ച് ഒരു 7 വർഷം മുന്നേ ഒക്കെ നമുക്ക് അറിയാമായിരുന്നു കേട്ടോ. ഹൈദരാബാദ് ഇരുന്ന സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിലും അങ്ങനെ ഓർഡർ ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. കാരണം 1-2 പ്രാവശ്യം മീഷോയിൽ നിന്നൊക്കെ മേടിച്ച് ഫ്ലോപ്പ് ആയിപ്പോയൊരു ഇത് എക്സ്പീരിയൻസ് കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിക്കാൻ അത്ര മെനക്കെട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഇഹാ ഡിസൈൻസിൻ്റെ ഇതൊക്കെ എൻ്റെ കസിൻ വാങ്ങിച്ച് ഞാൻ കണ്ടു. അവളുടെ കയ്യിലൊരു ടോപ്പ് കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ആണല്ലോ, അല്ലെങ്കിൽ കൊള്ളാമല്ലോ സംഭവം, കുഴപ്പമില്ല, ആ ഒരു ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അവൾ പറഞ്ഞതുപോലെ അത് ഓക്കെ ആണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഓർഡർ ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ആ ടോപ്പ് കിട്ടി കേട്ടോ. വിത്തിൻ 3 days എനിക്ക് ആ ടോപ്പ് കിട്ടി. അപ്പം ഞാൻ ഹാപ്പിയായി. കൊള്ളാലോ സംഭവം എന്നുള്ളൊരു ചിന്ത വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് തന്നെ അതൊരു വൈറ്റ് കളർ കുർത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ സാധനം പിന്നെ ഇങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ അതിൻ്റെ ഡിസ്പാച്ചിങ് ടൈം ഓർക്കുന്നില്ല. അവർ അതിൻ്റെ ടൈം ഒത്തിരി ഇങ്ങനെ പറയുമല്ലോ. എന്തായാലും ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനം ന്യൂ ഇയറും കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ എന്നാലും അതിൻ്റെ ക്വാളിറ്റി വൈസ് അത് ഓക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫിറ്റിങ്, ക്വാളിറ്റി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ അതും ഓക്കെ എന്ന് വെച്ച് വിട്ടു. ഇപ്പോൾ അവർ പുതിയതായിട്ട് ഓർണമെൻറ്റ്സിൻ്റെ ഒരു സ്റ്റോർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റോർ ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ, കഴിഞ്ഞ ദിവസം ഒന്നുമല്ല, കഴിഞ്ഞ മാസത്തിലൊരു ദിവസം സ്ക്രോൾ ചെയ്ത് പോയപ്പം നല്ല അടിപൊളി ഒരു നെക്ക് പീസും അതിൻ്റെ ഇയർ റിങ്സും കൂടെ ഉള്ള സെറ്റ് ഞാൻ കണ്ടു. അത് 899 എങ്ങാണ്ടായിരുന്നു റേറ്റ്. 899 ആയിരുന്നു റേറ്റ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു ലക്ഷ്മി മാലയായിരുന്നു. ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു കാശ് പോലെ വരുന്ന ലക്ഷ്മി ഡിസൈനുള്ള ഒരു മാലയായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ മാലയുടെ വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് നല്ല ഗ്രീൻ കളർ സ്റ്റോൺ ആയിരുന്നു. ആ ഗ്രീൻ കളറും കൂടെ കണ്ടപ്പോഴത്തേക്കിന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയത് ഓണത്തിന് നമുക്ക് പക്കായാണ് ഈ സാധനം. ഓണത്തിന് സെറ്റ് സാരിയുടെ ഒക്കെ കൂടുതൽ അടിപൊളിയായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയില്ല. അപ്പം നമുക്ക് ഏത് കളർ സെറ്റ് സാരി, ഏത് കളർ ബ്ലൗസ് ആണെങ്കിലും ഗ്രീൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്ന ഒരു കളറാണ്. കാരണം ട്രഡീഷണൽ വെയർ ആണല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഗ്രീൻ കളറിൽ നല്ല രസമുണ്ട്. 899 ആണ്. ഓക്കെ, ഞാൻ അത്രയും അങ്ങനെ പൈസ ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കാറില്ല പലപ്പോഴും. എന്നാലും നമുക്ക് ഒരെണ്ണം നല്ല സെറ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സെറ്റ് സാരിയുടെയും കൂട്ടത്തിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊരെണ്ണം ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് കൈ കിട്ടുന്നിടം വരെ ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. അതൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ടെൻഷനായിരിക്കും. നമ്മളതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് മേടിക്കുന്നത്. എന്നാൽ പോലും എനിക്കത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ ഞാൻ കാത്തിരുന്ന് ദിവസങ്ങൾ പോയി. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പറഞ്ഞത് 100 പീസാണോ 1000 പീസാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. റെഡി സ്റ്റോക്കാണ്, റെഡിയാണ്. അപ്പോൾ റെഡി ടു ഡിസ്പാച്ച് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവർ റെഡി ടു ഡിസ്പാച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 3ാമത്തെ ദിവസം നമുക്ക് കിട്ടും, അതല്ലെന്നുണ്ടെങ്കിൽ 3 to 5 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് 100 പീസോ 1000 പീസോ
റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതും ഒരു 3 ദിവസം അല്ലെ 1 വീക്കിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആഴ്ചകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ഒന്ന് വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത സാധനമൊക്കെ നമുക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ ഹാർഡ് ഡിസൈൻസിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ തന്നെ ഇരിക്കുമായിരുന്നു. കാരണം നമ്മളിത് ഓൺലൈൻ സ്റ്റോറുകളെ എത്രത്തോളം വിശ്വസിക്കാമില്ല എന്നുള്ളതിൻ്റെ നമ്മൾ എക്സ്പീരിയൻസ് സഹിതം എക്സാമ്പിൾ സഹിതം വേണം എന്ന് പറയാനല്ല, ചുമ്മാ വന്നങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ അവരുടെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ നോക്കിയിരുന്ന് മടുത്ത് കേട്ടോ. ദൈവമേ, ഓണം കഴിഞ്ഞാലെങ്കിലും ഇത് കിട്ടുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഇവർ വേറൊരു നെക്ക് പീസിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ ആ സാധനവും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അന്നേരം ഞാൻ ഓർത്ത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടേ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുത്തത് ഓണത്തിന് വേണ്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇട്ടു, ഒരെണ്ണം ഓർഡർ ചെയ്തത് ഇതുവരെ കിട്ടിയിട്ടില്ല, പിന്നെയല്ല ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഇട്ടൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് അവരുടെ മെസ്സേജ് വന്നു കേട്ടോ, ടെക്സ്റ്റ് മെസ്സേജ് വന്നു. എൻ്റെ ഓർഡർ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർഡർ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തു. അത് ഈ ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്നും ചെയ്യത്തില്ലായിരുന്നു, പിന്നീടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. നമ്മൾ ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആ ഓർഡർ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അന്ധമായിട്ട് നമ്മൾ ആരെയും വിശ്വസിക്കില്ല, അന്ധമായിട്ട് നമ്മൾ ഒന്നിനെയും വിശ്വസിക്കരുത്. അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഓർഡർ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഇരുന്നതുകൊണ്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവർക്ക് ഇട്ട് കൊടുത്തു. ഈ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് നേരം പിന്നെ അനക്കമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു ഇത് ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സംഭവം വേറൊന്നുമല്ല, അവരുടെ ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ച് ഒരു മോശമായ കമൻറ്റ് വന്നപ്പോഴത്തേക്കിനും അവർ പോരാതിനിപ്പോൾ ഒലിവിയ ഡിസൈൻസിൻ്റെ പേരിൽ ഭയങ്കര ഇത് നടന്നുകൊണ്ടിരിക്കുകയും കൂടെ ആണല്ലോ, ഭയങ്കര കോൺട്രവേഴ്സി ആണല്ലോ. അപ്പോൾ അവർ ക്വിക്കായിട്ട് അതിനൊരു ആക്ഷൻ ചെയ്തതാണ്. അവർ പെട്ടെന്ന് സാധനം പാക്ക് ചെയ്തു. ഓൾറെഡി പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ കൊറിയറിൽ അയച്ചാലും എനിക്ക് അതിൻ്റെ അടുത്ത ദിവസം കിട്ടും. കേരളത്തിനകത്തുള്ള ഷിപ്പിംഗ് ആണല്ലോ. അപ്പോൾ അത് ഓൾറെഡി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ഇനി ഒരു 2 ദിവസത്തിൽ എന്തായാലും കിട്ടൂല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഒത്തിരി കൊതിച്ചിരുന്നാണ് ആ സാധനം എൻ്റെ കയ്യിലേക്ക് വന്നത്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കൊറിയറിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ സാധനമാണ് വന്നേക്കുന്നതെന്ന്. ഞാൻ ഇച്ചാനെ പറഞ്ഞു വിട്ട് മേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്തപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു പോയി കേട്ടോ. ഞാൻ ഇപ്പം കാണിക്കാം. ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും എനിക്ക് പറ്റിയ അബദ്ധം എന്നാന്നും, എനിക്ക് പറ്റിയ അബദ്ധമല്ല, അവരെന്നോട് ചെയ്ത ചതി എന്നാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്തത് ഗ്രീൻ കളർ സ്റ്റോൺ വെച്ച മാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു കമൻറ്റ് വന്നപ്പോൾ അവരവരുടെ കയ്യിൽ കിട്ടിയൊരു പീസ് എടുത്ത് അവരെനിക്ക് അയക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന ഒരു പിങ്ക് കളർ സ്റ്റോണാണ്. ആ കളറ് അങ്ങനെ എല്ലാ കളറിനെയും കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ഗ്രീൻ കളർ ആയിരുന്നു വേണ്ടത്. അവർ വീഡിയോയിൽ കാണിച്ച ഗ്രീൻ കളറാണ്. അതിൻ്റെ വേറെ കളർ ഷെയ്ഡുകൾ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതേപോലെ അവർ വേറെ കളർ ഷെയ്ഡ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഗ്രീൻ കളർ എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരുന്നിടത്ത് നമുക്ക് പെട്ടെന്ന് വന്നത് വേറൊരു കളറാണ്. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി പോയി കേട്ടോ. കാരണം നമ്മൾ കാത്തിരുന്നിട്ട് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പോലെ ആ വേറെ കളറായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഗ്രീൻ കളർ എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫീഡായി പോയിട്ട് അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അതുപോലെ തന്നെ കമ്മലിൻ്റെ ഒരു തണ്ട് ഇങ്ങനെ വളഞ്ഞിരുന്നത് അത് പിന്നെ ഓക്കെ, നമ്മൾ കൊറിയറൊക്കെ അയക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സ്റ്റോണിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് അത് അവരുടെ കയ്യിൽ നിന്ന് വന്ന അശ്രദ്ധ മാത്രമാണ് കേട്ടോ. അവരുടെ ആ ഒരു സ്റ്റോറിൻ്റെ പേര് നിലനിർത്തണം, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിന് ഇതുവരെ നല്ല പേരുണ്ട്, അത് നിലനിർത്തണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ഒരു സ്റ്റോണിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഓർഡർ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അവരത് അയക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആ കമൻറ്റ് ഇട്ടപ്പോൾ അവർക്ക് എന്നോട് പറയാം ഗ്രീൻ കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഞങ്ങൾ ഉടനെ തന്നെ അത് വീണ്ടും ചെയ്യുന്നതായിരിക്കും, അന്ന് റീസ്റ്റോക്ക് ചെയ്യും, അന്നേരം നിങ്ങൾക്ക് അയക്കാമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഓക്കെ, എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിർത്തും. അല്ലാതെ നമ്മളിപ്പോൾ അവരോട് വഴക്കോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റും അടച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സ്റ്റോറിനൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കമൻറ്റ് കണ്ട് അപ്പം തന്നെ അവർ സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഓൾറെഡി ഡിസ്പാച്ച് ആയതാണ്, അയച്ച സാധനമാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇത് ക്വാളിറ്റി വൈസ് സാധനം അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ അതിന്റെ പാറ്റേണും അതിന്റെ ആ ഒരു രീതിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, എന്തോ ചെട്ടിനാട് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞാനത് ആ പാറ്റേൺ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ബുക്ക് ചെയ്ത ഒരാളാണ്. അതിനുവേണ്ടി ഒത്തിരി ദിവസങ്ങൾ, 1-2 ദിവസമൊന്നും അല്ല, ഓൾമോസ്റ്റ് 1 മാസത്തിന് മേലെ കാത്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഗ്രീൻ കളർ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എനിക്ക് വിഷമമായി പോയി. കാരണം കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവണം. അവരുടെ പൈസയ്ക്ക് മാത്രമല്ല, നമ്മളും കാശ് കൊടുത്താൽ വാങ്ങിക്കുന്നത്. അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയാണ്. ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പോലും അല്ല നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി അല്ല. നമ്മൾ 1 മാസം 1.5 മാസം മുന്നേ നമ്മുടെ പൈസ അഡ്വാൻസ് ആയിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചേച്ച് മേടിക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഇതെനിക്ക് ചേരുവോ, അല്ലെങ്കിൽ ഈ കളർ വെക്കണോ, എനിക്ക് ആ കളർ ഡ്രസ്സ് ഇല്ല, അല്ലെങ്കിൽ ആ കളർ ഡ്രസ്സ് ഇല്ല, മീൻസ് സെറ്റ് സാരി ഉദ്ദേശിച്ചാണ് ഞാനിത് വാങ്ങിച്ചത്. എന്ത് ചെയ്യണം ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ പിന്നെ ഇവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇങ്ങനെ ഗ്രീൻ കളറാണ് ചോദിച്ചത്, നിങ്ങൾ എനിക്ക് അയച്ചത് വേറെ കളറാന്ന് പറഞ്ഞു. ഓർഡർ നമ്പർ തരാൻ പറഞ്ഞു, ഓർഡർ നമ്പർ കൊടുത്തു. അപ്പോൾ ഇവർ പറയുന്നത് റിട്ടേൺ ചെയ്യും അതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിത് എക്സ്ചേഞ്ച് ആണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ റിട്ടേണോ റീഫണ്ടോ ഒന്നുമല്ല. നിങ്ങൾ എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്ത് തരാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ, എനിക്ക് ഗ്രീൻ കളർ തരാമെന്നുണ്ടെങ്കിൽ ഞാനിത് തിരിച്ചയക്കാം. കാരണം എനിക്ക് ഈ മോഡൽ, ഈ പാറ്റേൺ, ഈ സാധനം വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ 1.5 മാസം മുന്നേ ഇവർക്ക് പൈസ അയച്ചു കൊടുത്ത് ഇതിനു വേണ്ടി കാത്തിരുന്നത്. നമുക്ക് ആ പൈസ വേറെ എന്തെല്ലാം കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ ആ ഒരു പൈസ അടച്ചേച്ച് നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ട് അവസാനം അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന സാധനം നമ്മൾ മേടിച്ച് തിരിച്ചയക്കാനാണെങ്കിൽ, എന്നിട്ട് അവരുടെ നിന്ന് തിരിച്ച് മേടിക്കാനാണെങ്കിൽ, അത് എനിക്കൊരു ഇതായിട്ട് തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഈ സാധനം മാറി തരുമെങ്കിൽ മാത്രമേ ഞാനിത് അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളുടെ ടീം കോൺടാക്ട് ചെയ്തോളും, ഇത് സാധനം സ്റ്റോറിൽ റീച്ച് ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ ടീം മാഡത്തെ കോൺടാക്ട് ചെയ്യും. ഞാൻ അന്നേരം പറഞ്ഞു, എനിക്ക് ടീമിന്റെ കോൺടാക്റ്റ് ഒന്നും അല്ല വേണ്ടത്, എനിക്കറിയേണ്ടത് ഒറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. നിങ്ങളിതെനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരുമോ, എനിക്ക് റീഫണ്ട് വേണ്ട, എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു, ഗ്രീൻ കളർ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് തിരിച്ചയക്കണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള അത്രയും സെറ്റ് സാരിയുടെ കൂടത്തിലൊക്കെ ഇതെടുത്ത് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഈ സാധനം കഴുത്തിലിടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും, പക്ഷെ ആ സ്റ്റോണിന്റെ കളർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും വരും. കാരണം എനിക്ക് ആ കളർ സെറ്റ് സാരി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ അവരോട് ചോദിച്ചു, ഓക്കെ എനിക്കപ്പോൾ ഒരു ബ്ലൂ കളർ ഉണ്ട്, ഒരു ബ്ലൂ കളർ സ്റ്റോൺ ഉള്ളതെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറയുന്നത്, നിങ്ങൾ റിട്ടേൺ ചെയ്യും. ഇവർ ഇത് തന്നെ പറഞ്ഞത്, ഞങ്ങളുടെ ടീം കോൺടാക്ട് ചെയ്യും. അതായത് സാധനം അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ടീം നമ്മളെ വിളിച്ചിട്ട് പറയും, സോറി മാഡം, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ല, അത് റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവരത് തന്നെ തീർക്കും. കാരണം അവരവരുടെ സൈഡ് ക്ലിയർ ചെയ്യും, അത് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ എനിക്ക് റിട്ടേണോ റീഫണ്ടോ വേണ്ട, എക്സ്ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി, അതർവൈസ് ഞാനിത് എൻ്റെ കയ്യിൽ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിൽ അതിൻ്റെ വേറെ പീസ് ഇല്ല, അവരിനെ റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് കൺഫേം അല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ വിട്ടേരെ, ഞാൻ ഈ സാധനം വെച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു 900 rupees ഞാൻ കൊടുത്ത് ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളും വിചാരിക്കുമായിരിക്കും റിട്ടേൺ ചെയ്തുകൂടെയെന്ന്, അല്ലെങ്കിൽ അതിന്റെ റീഫണ്ട് വാങ്ങിച്ചുകൂടെ, എന്തിനാ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതെന്ന്. അതുകൊണ്ടല്ല, നമ്മളൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അത് മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു, എനിക്കാണെങ്കിൽ ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണെങ്കിൽ പിന്നെ അത് കളയാൻ എനിക്ക് മനസ്സ് വരത്തില്ല കേട്ടോ. അത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വീട് മാറി വന്നപ്പോൾ കണ്ട ആക്രി കൂക്രി സാധനങ്ങൾ പോലും പെറുക്കിക്കൊണ്ട് വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ഇതൊക്കെ അവിടെ കളഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ എന്ന്. അല്ലെങ്കിൽ ഞാൻ സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് അയച്ചപ്പോൾ അതെനിക്ക് ഒരുപാട് ഡബിൾ എക്സ്പെൻസ് ആണ് ആയത്. ഇവിടെ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന പൈസക്കാളും കൂടുതലായി എനിക്ക് അതിൻ്റെ ആ ഒരു നഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് വർഷങ്ങളോളം യൂസ് ചെയ്ത സാധനമാണ്. അതൊക്കെ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു നെക്ക് പീസ് ഞാൻ അതുപോലെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനമാണ്. അതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ കളർ മാറി ശരിയാണ്, പക്ഷെ എനിക്കത് റിട്ടേൺ ചെയ്യാനൊരു മനസ്സ് വരുന്നില്ല. ഞാനത് റിട്ടേൺ ചെയ്താൽ നാളെ എനിക്കത് ആ ഒരു സെയിം പാറ്റേൺ ചിലപ്പോൾ എനിക്കിനി കിട്ടിയെന്നിരിക്കത്തില്ല. അതെനിക്ക് പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ. ആ സെയിം പാറ്റേൺ കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഇനി ഇങ്ങനെ കിടന്ന് തികട്ടിക്കൊണ്ടിരിക്കും, അയ്യോ അത് കൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് റിട്ടേൺ ചെയ്യാതിരുന്നത്. പക്ഷേ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അവരുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു തിരക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാധനം അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവരെന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, മാം ഒരു 1 week എടുക്കും, അല്ലെങ്കിൽ 1 month കൂടെ ടൈം എടുക്കും, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ലെന്ന്. ഇവരിത് വീഡിയോയിൽ റെഡിയാണ്,
ഇത്ര പീസ് റെഡിയാണ്, ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യും എന്ന് പറഞ്ഞ് കണ്ടിട്ടാണ് നമ്മൾ ഈ പൈസ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ട് ഇപ്പോഴും ഞാൻ അവരുടെ ഒരു ഡ്രസ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് 20 to 25 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് അതിന്റെ ഡിസ്പാച്ചിങ് ടൈം അവർ ചോദിച്ചത്. ഇപ്പൊ 25 ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ദിവസമായി, ഇതുവരെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇനി എന്നാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ പൈസ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടിട്ട് നമുക്ക് അതിനകത്ത് അവരിങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കുന്നില്ല? അവരുടെ പൈസയ്ക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ പൈസയ്ക്കും വിലയില്ലേ. നമ്മൾ ഈ അഡ്വാൻസ് ആയിട്ട് 1 മാസം 1.5 മാസം നമ്മുടെ പൈസ അവരെ ഏൽപ്പിച്ചിടുന്നു. അവരെ എന്ന സാധനം അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊറിയറുകാർ തന്നു കഴിയുമ്പോൾ ആ കൊറിയറുകാരുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ട് അവർ കൊണ്ടുവരാത്തത്? അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം പക്കായിരിക്കണം, അവർക്ക് കിട്ടാനുള്ള പൈസ കറക്റ്റായിട്ട് കിട്ടണം. അവരുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിരക്ക് കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ആ ഒരു സാധനം അവർ ടൈം എടുത്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഓർഡർ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഓർഡർ ചെയ്തതിൻ്റെ ഗ്രീൻ കളറാണ് ഓർഡർ ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി തന്നുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വന്നിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുത്ത ഓർഡറിൻ്റെ ഡീറ്റെയിൽസും വന്ന സാധനം അൺബോക്സ് ചെയ്യുന്നതും ആ മാലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യണം എന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി കേട്ടോ. കാരണം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സാധനമല്ല നമ്മുടെ കയ്യിൽ വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിന് വിഷമമുണ്ടാക്കും, എന്നെ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ. കാരണം ഞാനിങ്ങനെ അതിനുവേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. അതേപോലെ വരുന്ന സാധനം ഈ ഹാ ഡിസൈൻസിന്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തന്നു. അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുക, നമ്മളോട് മോശമായ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. നല്ല നീറ്റായിട്ട് ജെനുവിനായിട്ട് അവർ നമുക്ക് റിപ്ലൈ തന്നു, നമ്മളോട് നല്ല ഇതായിട്ട് തന്നെ ഇടപഴകി. പക്ഷെ അവർ അവരുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എത്ര ഫാസ്റ്റായിട്ട് സാധനം ഓർഡർ ശ്രദ്ധിക്കാതെ കൊണ്ട് റോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അയച്ചോ അതുപോലെ തന്നെ അവരുടെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഹാ ഡിസൈൻസിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹാ ഡിസൈൻസിൻ്റെ ഡ്രസ്സുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ, അതിനകത്ത് വരുന്ന ചതികൾ, എനിക്ക് പേഴ്സണലി കിട്ടിയ വലിയൊരു നഷ്ടമുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയി പോകും. അതുപോലെ എൻ്റെ ചങ്ക് തകർന്നാണ് ഇപ്പോഴും ഞാനിരിക്കുന്നത്. ഞാൻ ആ ഒരു സാധനം എങ്ങനെ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഡിസൈൻസിൻ്റെ ഡ്രസ്സുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.